നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ വരാൻ പോകുന്ന ആഴ്ചയിൽ വിക്രത്തിന് വലിയൊരു അപകടമൊക്കെ സംഭവിക്കുന്നുണ്ട്. വിക്രത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ തീരുമാനിച്ച് തുനിഞ്ഞിറങ്ങി. ഒടുവിൽ വിക്രത്തിന് ആ വലിയ ദുരന്തം സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ വേദ കുറെ സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു. ശ്രീജയിൽ നിന്നും വേദ വിക്രത്തെക്കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വിക്രത്തിന്റെ ഭൂതകാലത്തെക്കുറിച്ച്, വിക്രം എങ്ങനെയായിരുന്നു, അത് മാത്രമല്ല ഒരു 7 വർഷക്കാലം വിക്രം ജയിലിലായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ അറിഞ്ഞപ്പോൾ വേദയ്ക്ക് സങ്കടമായി. വിക്രം നിരപരാധിയായിരുന്നു. പക്ഷെ നിരപരാധിയായിട്ട് കൂടി വിക്രത്തിന് ശിക്ഷ കിട്ടി. അത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് കിട്ടിയ ശിക്ഷയാണ്. വിക്രം 7 വർഷക്കാലം, 1ഉം 2ഉം അല്ല, 7 വർഷക്കാലം അകത്ത് കിടന്നു. പക്ഷെ വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം ശ്രീജ വേദയോട് പറഞ്ഞു. അല്ലെങ്കിലും അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് മനസ്സിലായി വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. മാഷിനും ഇതിനകത്തൊരു കുറച്ച് പങ്കുണ്ട്. ഒരു പക്ഷേങ്കിൽ വിക്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആദ്യം വിക്രത്തിന് ബാഗിനകത്തുനിന്ന് ആ മയക്കുമരുന്ന് കിട്ടിക്കഴിഞ്ഞും പറഞ്ഞപ്പം മാഷി വിശ്വസിച്ച് അല്ല വിക്രത്തെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ മാഷ് വരെ വിക്രത്തെ അവിശ്വസിച്ചു. വിക്രത്തിൻ്റെ നല്ല വിലപ്പെട്ട ആ ഒരു സമയം, കോളേജ് ലൈഫ്, ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ വിക്രം പഠിക്കാനും പോയില്ല, ഒന്നും പോയില്ല. അങ്ങനെയാണ് വിക്രം ഇങ്ങനെ തകർന്ന് തരിപ്പണമായി പോയത്. ആ ശ്രീനിവാസന്റെ പിടിയിലേക്കും വിക്രം ചെന്ന അങ്ങനെയാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്കും ഭയങ്കര വിഷമമായിരുന്നു. വേദ ഇതൊക്കെ അറിഞ്ഞാലും വേദയ്ക്ക് സഹിക്കാൻ പറ്റില്ല. 1ഉം 2ഉം അല്ല, 7 വർഷക്കാലമാണ്. അതോടുകൂടി നല്ലൊരു ആളുടെ ജീവിതമല്ലേ തകർന്നു പോയത്. വിക്രം ഇങ്ങനെയായി തീർന്നു. വിക്രത്തിന് നല്ല പഠിക്കാൻ കഴിവുണ്ടായിരുന്നു, എന്തുകൊണ്ടും മിടുക്കനായിരുന്നു. മാഷ് അതുകൊണ്ടാണ് വിക്രവുമായിട്ട് ചേരില്ലാത്ത. അവർ തമ്മിലുള്ള വഴക്കിന് പ്രധാന കാരണം അതൊക്കെ തന്നെയാണ്. മാഷിന്റെ പ്രതീക്ഷകളൊക്കെ തകർത്തല്ലോ. അങ്ങനെ വേദ അതിന്റെ പിന്നാലെ നടന്നു ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതേ സമയം വേറൊരു കാര്യം നടന്നു. കുറച്ച് പൈസ വിശ്വം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1ഉം 2ഉം അല്ല, 5 ലക്ഷം രൂപ കമ്പനി ചോദിച്ചു. ആ കമ്പനി ചോദിച്ച പൈസ അത് വിക്രത്തിന്റെ നശിപ്പിച്ച ആ ഒരു മുറി ഉണ്ടല്ലോ, വാസവൻ നശിപ്പിച്ച മുറി, ആ മുറി നന്നാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തന്നെ കൊണ്ടാവും വിധം എന്തേലും സഹായിക്കണം. അതുമാത്രമല്ല ശ്രീജയ്ക്ക് ഒരു മാല മേടിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹത്തോട് കൂടിയിട്ടാണ് അങ്ങനെ പണം ചോദിച്ചത്. ആ ചോദിച്ച വിവരമൊക്കെ ശ്രീകാന്ത് അറിഞ്ഞു. അപ്പൊ ശ്രീകാന്തും കൂടെ നടത്തുന്ന ഒരു കമ്പനിയാണല്ലോ അത്. ശരിക്കും പറഞ്ഞാൽ വിശ്വത്തിനെ അങ്ങോട്ടേക്ക് എടുത്തത് തന്നെ ഈ പറയുന്ന മാഷിന്റെ കുടുംബത്തെയും വിക്രത്തെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ അവർ കാത്തിരുന്നൊരു അവസരം അവർക്ക് വന്നു കിട്ടുവാണ്. 5 ലക്ഷം രൂപ ചോദിച്ചെന്നറിഞ്ഞപ്പോൾ മാനേജറെ വിളിച്ചു ശ്രീകാന്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയുന്ന പോലെയൊക്കെ താൻ ചെയ്യണം. അവൻ 5 ലക്ഷം രൂപയല്ല വേണമെന്ന് പറഞ്ഞേ. അതും പറഞ്ഞിട്ട് ശ്രീകാന്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞു, ശരി സാർ, അങ്ങനെ ചെയ്യാം. അത് വിശ്വത്തെ കൊടുക്കാനും അതുവഴി വിക്രത്തെ കൊടുക്കാനുമായിരുന്നു അവരുടെ പ്ലാനിങ്. പക്ഷെ ഇതൊന്നും പാവം വിശ്വ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിശ്വ ആണെങ്കിൽ സത്യസന്ധനാണ്. നേരെ വാ നേരെ പോ. കുറച്ചാൾ ജോലിയൊന്നും ചെയ്യാതിരുന്നു. എങ്കിലും വിശ്വത്തിന് വിക്രത്തെ ഭയങ്കര കാര്യമാണ്. അതുപോലെ തന്നെ വിക്രത്തിനും തിരിച്ചതെ. വിക്രത്തിന് ഒരു വയ്യായിക വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് വേണ്ട ഡ്രസ്സുകൾ വരെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് വിശ്വമാണ്. കുറേ ഡ്രസ്സൊക്കെ കത്തിപ്പോയായിരുന്നല്ലോ. തനിക്ക് കിട്ടിയ സാലറി അഡ്വാൻസിൽ നിന്നാണ് അതൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുത്തേ. പക്ഷെ ഇതൊന്നും നന്ദിനിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നന്ദിനി പറഞ്ഞു, പിന്നെ വാങ്ങിച്ചോണ്ട് കൊടുത്തിരിക്കുന്നു. വിശ്വേട്ടൻ എവിടുന്ന് എത്രയും പൈസ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട്? ഇവിടെയാണെങ്കിൽ എൻ്റെ വിനായകേട്ടനാണെങ്കിൽ ഒരു പൈസ പോലും ഇല്ല കയ്യിൽ. അതൊക്കെ കേട്ടോടൊന്ന് കമല പറഞ്ഞു, അല്ലെങ്കിലും നിന്റെ വിനായകന്റെ കയ്യിൽ എന്നാ പൈസ ഉണ്ടാവുന്നേ? ഒരു ദിവസം പോലും അവൻ്റെ ഈ പണമില്ലല്ലോ എന്ന് ചോദിച്ചാലും ഇല്ലെന്നുള്ള വർത്താനമല്ലേ പറയാനുള്ളൂ. അത് കേട്ടപ്പോൾ നന്ദിനിക്ക് ദേഷ്യം വന്നു. നന്ദിനി പക്ഷെ കൂടുതലൊന്നും മിണ്ടാതെ അങ്ങോട്ട് പോവുകയും ചെയ്തു. കമലയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വിശ്വം വിക്രത്തിന് വേണ്ടിയിട്ട് അത്രയൊക്കെ ചെയ്തേല്. ഒടുവിൽ വിശ്വം ചെന്ന് മാഷിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛാ, വിക്രത്തിൻ്റെ മുറി അത് എത്രയും പെട്ടെന്ന് തന്നെ പുതുക്കി പണിയണം. അതിനുള്ള പണം ഞാൻ കമ്പനി ചോദിച്ചിട്ടുണ്ട്, അവർ തരൂന്നൊക്കെ പറഞ്ഞു. മാഷ് പറഞ്ഞു അതങ്ങനെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വിശ്വം സമ്മതിച്ചില്ല. അച്ഛാ, അതങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ആ മുറിയിലായിരിക്കും അവർ കിടക്കാൻ പോകുന്നത്. അവർ വേറെ മുറിയിലേക്കൊന്നും വരില്ല. അപ്പം പിന്നെ ആരെങ്കിലും വന്ന് കണ്ടാൽ തന്നെ നാണക്കേടല്ലേ? അതിനേക്കാൾ ഉപരി അത് നമ്മൾ ചെയ്യുന്നതല്ല അച്ഛാ ശരി. മാഷാണെങ്കിൽ അമ്പനും ബില്ലിനും അടുക്കുന്നില്ലായിരുന്നു. എന്നാലും അങ്ങനെ വിട്ടുകൊടുക്കാൻ വിശ്വം തയ്യാറായില്ല. എങ്ങനെയെങ്കിലും ആ പണം കിട്ടിയിട്ട് വേണം അത് പണിയാൻ എന്ന് തന്നെ തീരുമാനിച്ചു. ആ സമയം ശ്രീകാന്ത് വീട്ടിലേക്ക് എന്ന് വർഷയോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ നമുക്കായിട്ടൊരു അവസരം ഒത്തു വന്നിരിക്കുകയാണ്. ഈ തവണ എന്താണ് പണി പാളിപ്പോവില്ല. നമ്മൾ ഉദ്ദേശിച്ച തന്നെ കാര്യങ്ങൾ നടക്കും. നമുക്ക് ആ വിശ്വത്തിനെ കൊടുക്കാം, അവരുടെ കുടുംബത്തെ നാണം കെടുത്താം. ഒടുവിൽ
നമ്മളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. വേദനെ അവർ അടിച്ചു ഓടിച്ചോളും. വിക്രത്തിനുണ്ട് ഒരു പണി കൊടുക്കാം എന്നൊരു ചിന്തയാ. അങ്ങനെ വർഷയുടെ അച്ഛനെയും പോയി കണ്ടു. അയാൾ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീക്കിയാലും നമ്മുടെ മേലൊരു കാരണവശാലും പിടിവിടാൻ നോക്കണം. അതൊക്കെ ഏറ്റു. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെ അച്ഛനും കൂടെ കൂടി ചേർന്ന് ചെയ്താൽ മതി. കുറേ കാലമായി ആ വിക്രത്തിനിട്ട് ഒരു പണി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വിശ്വത്തെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ മാനേജർ എന്ത് ചെയ്യുവാണ്, ശ്രീകാന്ത് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പതിവ് പോലെ വിശ്വം ജോലിക്കായിട്ട് ചെന്നു. വിശ്വത്തിന് സംശയം തോന്നിയില്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് കണക്കുകളും കാര്യങ്ങളും പരിശോധിച്ച് നോക്കുന്ന സമയത്ത് 5 ലക്ഷം രൂപയുടെ കുറവ്. അപ്പോഴേക്കും വിശ്വത്തിനെ പിടിച്ചു. വിശ്വയുടെ അക്കൗണ്ട് സെക്ഷനൊക്കെ കൈകാര്യം ചെയ്യുന്ന പണം അടയ്ക്കാനും ഒക്കെ പോകുന്നത്. അങ്ങനെ വിശ്വത്തോട് പണം എവിടെയെന്ന് ചോദിച്ചു. അപ്പം വിശ്വത്തിന് പക്ഷേ അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. മാനേജർ വിശ്വത്തെ വിളിച്ച് ചീത്ത പറഞ്ഞു, എനിക്കറിയാം നീ അറിയാതെ പണം പോവില്ല. നീ 5 ലക്ഷം രൂപ എന്നോട് ചോദിച്ചായിരുന്നു, ഞാനത് തന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിന് നീ പൈസ കട്ടെടുത്താലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒടുവിൽ വിശ്വത്തെ കുറ്റക്കാരനാക്കാനായിട്ട് അവരെല്ലാം തുനിഞ്ഞിറങ്ങി. പോലീസ് എത്തി വിശ്വത്തെ ചോദ്യം ചെയ്തു. വിശ്വം ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരാരും സമ്മതിച്ചില്ല. വിശ്വത്തെ തൂക്കിയെടുത്ത് പോലീസ് കൊണ്ടുപോയി. വന്ന പോലീസോ SI സാബുവാണ്. അതിപ്പം ശ്രീകാന്തിൻ്റെ സ്വന്തം ആളാണല്ലോ. ഇങ്ങനൊരു അവസരം കിട്ടിയാൽ അയാൾ വെറുതെ വിടുവോ? വിശ്വത്തെ അകത്ത് കൊണ്ടായ കാര്യം വീട്ടിലെല്ലാവരും പറഞ്ഞു. അപ്പോഴേക്കും ശ്രീജ പൊട്ടിക്കരയാൻ തുടങ്ങി. ശ്രീജയ്ക്ക് സഹിച്ചില്ല. കമല ശ്രീജയെ സമാധാനിപ്പിച്ചു. പക്ഷേ കമലോട് പറഞ്ഞു, വിശ്വേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ വിശ്വേട്ടൻ ചെയ്യാനായിരുന്നെങ്കിലും മുമ്പേ ചെയ്താനും. ഒരു ജോലിയും കുല്ലി ഇല്ലാതെ വീട്ടിലിരുന്ന സമയത്ത് പോലും വിശ്വ അങ്ങനെ ചെയ്തിട്ടില്ല. വേദയ്ക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു കളിയുണ്ടെന്ന്. കമല കരയുക. മാഷിനും വിശ്വസിക്കാൻ പറ്റിയില്ല തൻ്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന്. പക്ഷേ എന്തിൻ്റെ പേരില ഇങ്ങനെയൊക്കെ ആയി തീർന്നതെന്ന് പോലും മാഷിനും അറിയില്ലായിരുന്നു. അവസാനമാണ് വിക്രത്തോട് വേദ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയണേ. ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, വിശ്വേട്ടനെ പോലീസ് കൊണ്ടുപോയെന്നൊക്കെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം വിക്രം പെട്ടെന്ന് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പം വിക്രത്തിനും അറിയാം വിക്രത്തിന് മുറി നന്നാക്കാനായിട്ട് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത കാര്യമൊക്കെ. ശ്രീജ പറഞ്ഞു, ഇതിനകത്ത് എന്തോ ഒരു ചതിയുണ്ട് വിക്രം. ഒരിക്കലും വിശ്വേട്ടൻ അങ്ങനെ ആരുടെയും പണമൊന്നും കട്ടെടുക്കില്ല, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. വേദ പറഞ്ഞു, ശ്രീജടുത്ത് വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിക്രം ഇറങ്ങി പുറപ്പെടുകയാണ്. വിക്രത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? വിക്രം ഒത്തിരിയധികം സ്നേഹിക്കുന്ന വിശ്വത്തിനെ, അത്രയധികം സ്നേഹമാണ്. വിനായനോട് പക്ഷെ അത്രയ്ക്ക് സ്നേഹമൊന്നുമില്ല. പക്ഷെ വിശ്വത്തോട് അങ്ങനെയല്ല. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞ് ഒടുവിൽ വിക്രം ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇതൊരു ചതിയാണ്, ശ്രീകാന്തും എല്ലാവരും കൂടി ചേർന്ന് ചതിയാന്ന് തോന്നേ. അതിനുശേഷം ഇത് ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങിയവന്മാരെ തേടി ചെല്ലുവാണ്. അപ്പോൾ അവന്മാരെല്ലാവരും കൂടെ ഒരു കെട്ടിടത്തിലുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് വിക്രം പോയി. ആ സമയത്ത് ശ്രീജയെ ആ വേദ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ശ്രീജയ്ക്ക് ടെൻഷനാണ്. തൻ്റെ വിശ്വേട്ടനകത്താണെങ്കിൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ല. തൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ 1, 2 അല്ല 5 ലക്ഷം രൂപയുടെ പേരിലല്ലേ കുറ്റാരോപിതനായിരിക്കുന്നത്. അത് മാത്രമോ, പുറത്തിറങ്ങാൻ പോലും പറ്റുമോ? പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ കളിയാക്കലുകൾ അതൊക്കെ വേറെ. അതൊക്കെ പറഞ്ഞ് ശ്രീജ കരയുക. വേദ സമാധാനിപ്പിച്ചു. വിക്രം എന്തായാലും പോയിട്ടുണ്ടല്ലോ, എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരുമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വിക്രം പക്ഷെ പോയത് അങ്ങോട്ടേക്കായിരുന്നില്ല. വിക്രം പോയത് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ഇതിനൊക്കെ മുമ്പ് തന്നെ വിക്രം ചെല്ലുമെന്നും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് ശ്രീകാന്തിനൊക്കെ അറിയായിരുന്നു. ശ്രീകാന്തും വർഷയുടെ അച്ഛനുമൊക്കെ ചേർന്നൊരു കുടുക്ക് വെച്ചായിരുന്നു. അത് പക്ഷേ വിക്രത്തിന് അത്ര പെട്ടെന്നൊന്നും മനസ്സിലായില്ല. വിക്രം ചെന്ന് അതിനകത്തേക്ക് ചെന്ന് കയറി കൊടുക്കുകയോ ചെയ്തേ. വിക്രത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവന്മാർ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയതാണ് വിക്രത്തിനെ. വിക്രം ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെയൊന്നും ആരെയും കണ്ടില്ല. വിക്രം പതുക്കെ അകത്തേക്ക് അങ്ങോട്ട് കയറിയിട്ട് അവിടെ നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല, അവിടെ ആരെയും കണ്ടില്ല. അപ്പോഴേക്കും വിക്രത്തിന് എന്തോ അപകടം എടുത്തു. എന്തോ ഒരു വിഷവാതകം വരുന്ന പോലെ തോന്നി. പെട്ടെന്ന് വിക്രം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും വിക്രത്തിന് വായിൽ നിന്ന് നൊരയും പതയൊക്കെ വന്നു. അതൊരു കുടുക്കായിരുന്നു, വിക്രത്തിനെ വീഴിക്കാനായിട്ടുള്ളൊരു കുടുക്ക്. വിക്രം ജീവിച്ചിരിക്കാൻ പാടില്ല. വിക്രം മരിച്ചു പോവുകയാണെങ്കിൽ വേദ വീട്ടിലേക്ക് വരും. അങ്ങനെ വേദ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ശ്രീകാന്തിനും വർഷയ്ക്കുമൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ചെയ്ത പ്ലാനാ. അങ്ങനെ വിക്രം വീണു. വിക്രത്തിൻ്റെ വീഴ്ച അവർ ആഘോഷിച്ചു. പക്ഷേങ്കിൽ വിക്രത്തിനെ രക്ഷിക്കാനായിട്ട് അപ്പോഴേക്കും വിക്രത്തിന് കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് അങ്ങോട്ട്. അനിയൻകുട്ടനും അവരൊക്കെ അങ്ങോട്ട് ഓടിപ്പാഞ്ഞു വരുവാണ്. വരുന്ന സമയത്താണ് വിക്രം ഇങ്ങനെ കിടക്കുന്നതാണെന്നേ. അങ്ങനെ വിക്രത്തെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് വിക്രത്തിന് ജീവനൊക്കെ രക്ഷിക്കുന്നുണ്ട്.
അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ അവർ ചെയ്യുമെന്ന് പറഞ്ഞാലും വിക്രത്തിനെ കൊല്ലാനായിട്ട് അവർക്ക് പറ്റില്ല. അപകടപ്പെടുത്താൻ പറ്റും ശ്രീകാന്തിനൊക്കെ, പക്ഷെ കൊല്ലാൻ പറ്റില്ല. ഇതൊക്കെ വേദ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതാരാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ വേദ അറിയുവാണ്. വേദ അറിഞ്ഞ പിന്നെ വേദ വെറുതെ ഇരിക്കുമോ? വേദ വീട്ടിലേക്ക് എന്ന് പാഞ്ഞ് എന്ന് ശ്രീകാന്തിനെയും വർഷനെയൊക്കെ പൊളിച്ചടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ശങ്കരനാരായണനൊട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു സംഭവം നടന്ന കാര്യമൊക്കെ ഇതിൻ്റെ പിന്നെ ശ്രീകാന്താന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേദ എന്താണെങ്കിലും കണക്കൊരു കൊടുക്കുന്നുണ്ട് ശ്രീകാന്തിനൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.